This is pure algorithm. എന്നോടൊപ്പം ഐ എം ഗെയിമിന്റെ 3 സ്ക്രിപ്റ്റ് റൈറ്റർമാരിൽ 2 പേര്. പാസീവ് പടം, വമ്പൻ ബഡ്ജറ്റ്, ഹൈപ്പ്, ദുൽഖർ 3 വർഷത്തിന് ശേഷം മലയാളത്തിൽ വരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കണം. വേൾഡ് ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഒരു പുതിയതായിരിക്കണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടായിരുന്ന ടാസ്കും നമ്മൾ ആഗ്രഹിച്ച ടാസ്കും. I'm gonna settle everyone. നമ്മൾ കാണുന്നില്ലേ ഓരോ പോയിന്റിലും ദുൽഖർ എടുക്കുന്ന എഫേർട്ട്. മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയില്ലാത്ത പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. Cheers. DQന്റെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് കമന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു അല്ല, അത് തോന്നുന്ന ആ വേൾഡും അതിൻ്റെ ഒരു പ്ലേഫുൾനെസ് ഒക്കെ കൊണ്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്. എന്റർടൈൻമെന്റ് സിനിമയാണ്, അഡ്വഞ്ചർ സിനിമയാണ്. ആ ഒരു പോയിന്റാണ്. ഒന്നും നമ്മൾക്ക് പഠിപ്പിക്കാനൊന്നുമില്ല, എല്ലാം കാണുക എന്ന് പറയുന്ന, എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഓണം റിലീസായിട്ട് ഐ എം ഗെയിം വരികയാണ്. ദ ഹൈപ്പ് ഇസ് റിയൽ. ഭയങ്കരമായി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ. കൂടെ 2 സിനിമകൾ, ഓണം ക്ലാഷുകൾ. അതിനിടയിൽ എന്നോടൊപ്പം ഐ എം ഗെയിമിന്റെ 3 സ്ക്രിപ്റ്റ് റൈറ്റർമാരിൽ 2 പേർ, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ഇസ്മായിൽ അബൂബക്കർ ആൻഡ് സജീവ് ബാബ. 2 പേർക്കും നമസ്കാരം, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ആൻഡ് അത് തന്നെ ഞാൻ ചോദിക്കാം, നിങ്ങൾ തമ്മിലുള്ള റാപ്പിനെ കുറിച്ചൊന്നും അധികം പറയൂ, എന്നിട്ട് നമുക്ക് സിനിമയിലേക്ക്. ഞങ്ങൾ തമ്മിലുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള, നിങ്ങൾ 3 പേര് തമ്മിലുള്ള. ഞങ്ങളൊരു ഒരേ നാട്ടുകാരാണ്. അപ്പൊ ഒരു 8 years 10 years ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അതിന്റെ ഒരു ഗുണവും ദോഷവും. ഇതിനു മുമ്പ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ എല്ലാം ഞങ്ങൾ എഴുതുന്നത്, ആദ്യത്തെ പടമാണെങ്കിലും ഫസ്റ്റിലത്തെ ഇതിനു മുമ്പ് 1-2 പ്രോജക്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ ഒന്ന് ചെയ്താന്നുള്ളത്. പക്ഷെ നോർമലി 3 ആൾക്കാർ എഴുതുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഗുണങ്ങളും ഉണ്ട് അതില്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഇതങ്ങനല്ലോ. പാസീവ് പടം, വമ്പൻ ബഡ്ജറ്റ്, ഹൈപ്പ്, ദുൽഖർ 3 വർഷത്തിന് ശേഷം മലയാളത്തിൽ വരുന്നു. നഹാസിന്റെ RDXന് ശേഷമുള്ള ഒരു പടം. നിങ്ങൾ റൈറ്റേഴ്സ് ഇത് എങ്ങനെ ഇത് ഒറിജിനേറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യുകയാണെന്ന് പറഞ്ഞാണോ, അതോ നിങ്ങൾ എഴുതിയിട്ട് പിന്നീട് മാറ്റങ്ങൾ എടുത്തു വരുന്നത്? അല്ല, ബേസിക് സ്റ്റോറി നഹാസിന്റെതാണ് ഇതിന്റെ. ഓക്കെ. അപ്പൊ ഞങ്ങൾ എഴുതാണ്, സ്ക്രീൻ പ്ലേ എഴുതാനാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, വേൾഡ് ഡെവലപ്മെന്റ് അതൊക്കെയാണ് ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻ പ്ലേയിലേക്ക് കടക്കുമായിരുന്നു. ഇപ്പൊ നഹാസിന്റെ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അവന്റെ ഒരു വിഷൻ കൂടെ ഉണ്ട്. ഞങ്ങൾ എഴുതുമ്പോൾ അവന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതിനോട് ചേർന്നാണ് എഴുതുന്നത്. അപ്പൊ എഴുതുന്ന സമയത്ത് അത്ര ബഡ്ജറ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാറില്ല. ആലോചിച്ചാൽ എഴുതാൻ പറ്റില്ല. നാസിന് എങ്ങനെ പടം ഉണ്ടാവണം, അതിന്റെ ഔട്ട് എങ്ങനെയാന്നുള്ളതൊക്കെ വളരെ ഐഡിയ ഉണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്, ഒരു പടം വരേണ്ടത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ് വരേണ്ടത്. അത് എങ്ങനെയാണ് ഒരു ഹീറോനെ പ്രസന്റ് ചെയ്യുന്നത്, ഒരു ഹീറോന്റെ കഥ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഉണ്ടാവണം എന്തൊക്കെ ഉണ്ടാവണ്ട എന്നുള്ള കാര്യത്തിൽ വളരെ ഐഡിയ ഉള്ള ആളാണ്. അപ്പൊ അവന് വേണ്ടി എഴുതുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ടാസ്ക്. നമ്മളിപ്പം 3 പേര് ചേർന്ന് അടി ഉണ്ടാക്കുന്നതിന് കൂടുതൽ ഉണ്ടാവുക അവനെന്ത് വേണം എന്ന് പറയുന്ന കാര്യം മനസ്സിലാവും. അവന് ഒരു ഇങ്ങനെ ഒരു ഐഡിയ പറയുമ്പോ ആ ഐഡിയയില് ഇപ്പൊ ഞങ്ങള് 3 പേരും ചേർന്നിട്ട് ഒരു ഐഡിയയിലേക്ക് എത്തുമ്പോഴും നഹാസിന് മറ്റൊന്നായിരിക്കും വേണ്ടത്. അപ്പം അതിനെ പൊളിച്ചു പണിയേണ്ടി വരും. അപ്പൊ അവന് ഇങ്ങനെ ആദ്യം നമ്മള് ടോട്ടലി 3 പേര് ചേർന്നിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുമ്പോ അതിനുണ്ടാകുന്ന ഭംഗികളും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മളൊരു മനസ്സിലുണ്ടാവും. അപ്പൊ നഹാസ് പറഞ്ഞു തുടങ്ങുമ്പോ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൂടി ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോഴാണ് അവന്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാവും. അപ്പൊ രണ്ടാമത് റീവർക്ക് ചെയ്യും. അങ്ങനെ ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. എത്ര സമയം എടുത്തു? ഒരുപാട് സമയം എടുത്തു. ഒരു എന്താ പറയാ, ഫസ്റ്റ് ടൈം വിളിക്കുന്നത് 2023 RDX റിലീസിന് മുമ്പാണ്. റിലീസിന് മുന്നേ? റിലീസിന് മുമ്പാണ് വിളിക്കുന്നത്. വേറെ പടമൊന്നും പിടിക്കല്ല, ഇത് എഴുതണം. ഫസ്റ്റ് ടൈം പറഞ്ഞത് ഒരു വലിയ പടമായിരിക്കണം, വലിയ വേൾഡ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇതവൻ ഉണ്ടായിരുന്നു. എന്തും ചിന്തിച്ചോ, എങ്ങനെ ചിന്തിച്ചോ, എത്ര വലുതാണെങ്കിലും പ്രശ്നമില്ല. അല്ല, നിങ്ങൾ എടുത്ത് പറഞ്ഞില്ലേ ഇങ്ങനെ വലിയ പടമാണ് എന്ന് അറിഞ്ഞ് എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഇത് ആദ്യമേ ഇങ്ങനെ കിട്ടിയിട്ട് എഴുതാൻ പറ്റിയോ? എങ്ങനെയായിരുന്നു? നമ്മളപ്പോ ആ വലിയ വേൾഡ്, അതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വലുപ്പം വരും. നമ്മൾ വലുപ്പത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്തും ഡ്രീം ചെയ്യാം, സ്വാഭാവികമായിട്ട് വരും. വേൾഡ് വലുതാണെങ്കിൽ നിങ്ങൾ നഹാസ് തമ്മിൽ എങ്ങനെ ബന്ധം? ഞങ്ങള് ഒരു സമയത്ത് ഞങ്ങള് 2 പേരും ഒരു സ്പേസിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പടം ആ സമയത്ത് ഒരു പടം ഉണ്ടായിരുന്നു. ആരോപണോ? അല്ലല്ല, വേറൊരു പടം ഉണ്ടായിരുന്നു. റൈറ്റിംഗ് ടൈമിൽ ഞങ്ങൾ ഫ്ലാറ്റ് ഷെയർ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ടൈമിലാണ് പരിചയപ്പെടുന്നത്, റൈറ്റിംഗ് ടൈം. അപ്പൊ ഞങ്ങൾ നോർമലി ഡിസ്കസ് ചെയ്യുന്ന ഐഡിയകൾ. ഇതെങ്ങനെ നഹാസ് പിച്ച് ചെയ്യുന്നത്? ഒരു ദുൽഖർ പടമുണ്ട്, അങ്ങനെയാണോ? അതോ അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയുമ്പോഴല്ല, ഒരു പടം എന്നുള്ള നഹാസിന് അടുത്ത ചെയ്യേണ്ട ഒരു പടം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പടമായിട്ട് ചെയ്യാനിരുന്ന പടമാണ് ഇത്. അയാൾ ടൈമായിരുന്നു ഫസ്റ്റ് പടമായിട്ട് ചെയ്യാനിരുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർക്ക് അത്രയും വലിയൊരു പടം ഫുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത ബഡ്ജറ്റിന്റെ ബഡ്ജറ്റ് അത്ര
പ്രൊഡക്ഷൻ ഓക്കെ ആയിരിക്കണമെന്നില്ല വേറെ പ്രൊഡക്ഷൻസ് അന്ന് DQ എത്തിയിട്ടില്ല. അന്നൊരു പ്രോപ്പർ സ്റ്റാറും കൂടി വേണം ഈ പടത്തിന്, പ്രോപ്പർ സ്റ്റാറും കൂടി വേണം, ആക്ടർ പ്ലസ് സ്റ്റാർ. കഷ്ടപ്പാടായിട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ട്രെയിലർ നിങ്ങൾ കട്ട് ചെയ്തേക്കുന്നത് ഒരു ക്ലൂവും തരാണ്ടാണ്. ഞാനത് മാറിയും തിരിഞ്ഞും സ്ലോ മോഷനിലും പ്ലേ ബാക്ക് സ്പീഡൊക്കെ കുറച്ചൊക്കെ നോക്കി, പക്ഷെ ഒരു ഹിന്റ് വരുന്നില്ല. ലൈക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഫാന്റസി എലിമെന്റ്സ് ഉണ്ടെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, ഇത് എങ്ങടായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതുണ്ട്. സോ അതിന് വേൾഡിനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു വേൾഡിലാണ് കഥ പറയുന്നത്, ഇതാണ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ട്രെയിലർ കൊണ്ട്. ഈ വേൾഡാണ്, ഇത്ര വലിയ ഒരു വേൾഡിലാണ് പറയുന്നത്, എല്ലാം ഉണ്ട്, മലയാളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡാണ്, ഒപ്പം ഇതാണ് ക്യാരക്ടർ, അതാണ് ട്രെയിലർ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഡാൻ ജോൺ എന്ന കഥാപാത്രം നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറയാം? ശരിക്കും പ്രിയപ്പെട്ടതാണ്. ഒരുപാട് നാൾ സഞ്ചരിച്ചതുകൊണ്ട് തന്നെ അയാള് എല്ലാ എന്താണ് അയാളെ പെയിനുകള്, അയാളെ ഇഷ്ടങ്ങള്, അയാൾക്ക് ഉണ്ടാകുന്ന ഒരു പാസ്റ്റ് ഡ്രോമകള് ഒക്കെ നമ്മൾ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമിക്കുക. എന്താണ് നിങ്ങൾക്ക് എഴുതിയ ഒരു മൈൻഡിൽ തന്നെയാണോ ഡാൻ പുറത്തു വന്നിരിക്കുന്നത്? അതെ അതെ എക്സാക്ട്ലി. അതെ അതെ ഞങ്ങൾക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. വേറെ പല സ്റ്റോറീസും പല വേൾഡും ആലോചിച്ചിട്ടുണ്ട്. ഫൈനലി ലാൻഡ് ചെയ്തതാണ് ഡാൻ കഥാപാത്രത്തിൽ. നിങ്ങൾ പെപ്പയുടെ മുഖം പോലും കാണിച്ചില്ലല്ലോ. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു ഷോട്ടെങ്കിലും ഉണ്ടാകും എന്നുള്ള തരത്തിൽ. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഡാൻ പറയുന്ന ഒരു ഡയലോഗ്, ഇതൊരു പ്യുവർ അൽഗോരിതം ആണ്, ഇതിനകത്ത് വേറെ ലക്ക് ഫാക്ടർ ഒന്നുമല്ല. എന്താണ് നിങ്ങൾക്ക് ബെറ്റിംഗ്? അത് ഡാനിന്റെ കൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ കൺസെപ്റ്റ് റിയൽ ആയിരിക്കണമെന്നില്ല, അയാൾ വിശ്വസിക്കുന്ന സാധനം സത്യമാണെന്നില്ല, അയാൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത് ഭയങ്കര റിച്ച് ആണല്ലോ എന്റെ ഫ്രെയിംസ്, ഭയങ്കര ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളത്തിൽ ഇങ്ങനെ റിച്ച് ഫ്രെയിംസ് വരുന്ന ഒരു പടം, അങ്ങനെ ഒരു കളർഫുൾ പരിപാടി ഇത് തന്നെയായിരുന്നു അധികം മൈൻഡ് സെറ്റ്. കളർഫുൾ കളർ പരിപാടി അങ്ങനെ ആയിരിക്കണം. അത് ആദ്യം തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന കൺസെപ്റ്റ് ഇങ്ങനെ ഒരു വേൾഡ് ആയിരിക്കണം, ഇത്ര കളർഫുൾ ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങള് ഫസ്റ്റ്. നഹാസ് പറയുമ്പോഴാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹമാണെങ്കിലും ഈ ഒരു വേൾഡിൽ കഥ പറയണം, ഇങ്ങനെ ഒരു കളർ ആയിരിക്കണം, ലാസ്റ്റ് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാകണം, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കണം, വേൾഡ് ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഒരു പുതിയതായിരിക്കണം എന്ന് പറയുന്നത് അതായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്ന ടാസ്കും നമ്മൾ ആഗ്രഹിച്ച ടാസ്കും. വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഡയലോഗ് ഇപ്പൊ സജീർ ഡയലോഗ്സിലും ഭാഗമാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഡയലോഗ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണോ, ഇത് എങ്ങനെയാണ് ഇത് ഒരു ആക്ടർ ഓൺ സ്പോട്ട്? ആർട്ടിസ്റ്റിനെ ഫീഡ് ചെയ്യുന്നത് കൂടുതലും നഹാസ് തന്നെയാണ്. നമ്മൾ ഏൽപ്പിച്ച് നഹാസിനെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയിട്ടല്ല ആർട്ടിസ്റ്റിനെ ഫീഡ് ചെയ്യുന്നത്. സംസാരിക്കുന്നത് നാസിന് ആ ക്യാരക്ടർ എങ്ങനെ പോകണമെന്നുള്ള ഐഡിയ ഉണ്ട് ഓൾറെഡി. അവന് ഓക്കെ ഇങ്ങനെയാണ് വേണ്ടത്. ഓരോ സീനിലും നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നത്. പ്രൊഫഷണൽ ഓരോ സീനും എങ്ങനെയായിരിക്കണം എനിക്ക് വേണ്ടതെന്നുള്ള കാര്യത്തിൽ നഹാസ് ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് ഷൂട്ടിങ്ങിന് പോയിരുന്നത്. അപ്പൊ അവൻ ഓക്കെയാണ്, അവിടെ എത്തി ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ഈ സീനിൽ പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള പറച്ചിൽ തന്നെയാണ്. അല്ലാതെ അതിന്റെ ഇടയിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, അവൻ തന്നെ പറയാന്ന് പറഞ്ഞു. ദുൽഖർ സെറ്റിൽ എങ്ങനെയുണ്ട്? ബിക്കോസ് ഓഡിയൻസ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് പുള്ളിയുടെ വർക്കിംഗ് പാറ്റേൺ? ഇത് ശരിക്കും നല്ല എഫേർട്ട് ഇടുന്ന ഒരു മൂവി ആയിരുന്നു. അപ്പോ അതിന്റെ നമ്മൾ കാണുന്നുണ്ട് ഓരോ പോയിന്റിലും ദുൽഖർ എടുക്കുന്ന എഫേർട്ട്. ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ് ഒരു പോയിന്റ് വരെ. അപ്പൊ അതിന് എന്താ പറയാ ഒരു എക്സ്ട്രാ എഫേർട്ടാണ് ശരിക്കും. ഒരുപാട് സിനിമ അതെ അതെ അതായത് ഒരു റിയൽ മനുഷ്യൻ കടന്നു പോകാൻ സാധ്യത ഇല്ലാത്ത പല ഇമോഷൻസിലൂടെ കടന്നു വന്നൊരു കഥാപാത്രമാണ്. ആ ക്യാരക്ടറിന് ഉള്ളിലോട്ട് എടുത്ത് പെർഫോം ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ടാണ്. അപ്പോ DQ എടുക്കുന്നത് ആ ഒരു ഇതുണ്ടല്ലോ എഫേർട്ട് കാണുമ്പോൾ നമുക്ക് അടുത്തോട്ട് പോകാൻ തോന്നില്ല. നമ്മൾ ദൂരെ ഇങ്ങനെ കണ്ടു നിൽക്കുക, അതിന്റെ ഒരു ത്രില്ലിൽ നല്ല എക്സ്പീരിയൻസ് ഇങ്ങനെ കണ്ടിരിക്കുന്നത് നമ്മള്. ഓക്കെ പ്രൊഡക്ഷൻസ് എങ്ങനെയുണ്ട്? അവനും പൊളിയാണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്. എല്ലാം അവര് ഓപ്പൺ ആയിരുന്നു, എല്ലാത്തിനും ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഒരു ബഡ്ജറ്റ് കൺസേൺ അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടിയത് കൊണ്ട് ഇന്ന ഭാഗം കട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണോ കണ്ടത് അത്ര അവർ അനുവദിച്ചിട്ടുണ്ട്, അത് വലിയ കാര്യമല്ലേ. നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അത് വരാൻ പോകുന്ന സ്ക്രീനിൽ പറഞ്ഞാൽ ഒരുപാട് ഹൈപ്പ് ഫാക്ടേഴ്സ് നിറഞ്ഞ ഒരു പരിപാടിയാണ്. ഇപ്പൊ ദുൽഖറിന്റെ മലയാളത്തിലേക്ക് ഒരു വരവ് ആഫ്റ്റർ കൊത്ത, അല്ലെങ്കിൽ ആ ഒരു 3 വർഷത്തിന് ശേഷം വരുന്നു. പിന്നെ നഹാസിന്റെ ഒരു 100 കോടിക്ക് ശേഷം വരികയാണ്. നിങ്ങൾക്ക് ഈ ഹൈപ്പ് ഉള്ളിനുള്ളിൽ ഫീൽ ചെയ്ത് പേടി തോന്നാറ്? ശരിക്കും പേടി. അതായത് ആദ്യത്തെ ഒരു പേടിയായിരുന്നു, തുടക്കത്തിൽ തന്നെ പേടിയായിരുന്നു.
ഓക്കെ ഇതൊക്കെ ഹൈപ്പൊക്കെ വരും, ഇതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓഡിയൻസ് ഇങ്ങനെയാണ് കാണുന്നത്. ഒരു റിലീസിങ് സമയത്ത് ഓഡിയൻസും ഫാൻസും ഇപ്പൊ നമ്മൾക്ക് വരുന്ന മെസ്സേജ് ഒക്കെ നോക്കുമ്പോൾ ഫാൻസ് എന്ന് പറയുന്നത് അവരാളാണ്. ദുൽഖർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ആണ്. അവർ നമ്മളോട് സംസാരിക്കുന്നത് ഞങ്ങളെ ഇക്ക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിക്കുക. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നതാണ് ഞങ്ങൾ ആഗ്രഹം. അങ്ങനെ അതിനാണ് ശ്രമിച്ചത്. അതന്നെയാണ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവി എന്നും കൂടിയാണ് നമ്മുടെ പടം നമ്മൾ വിചാരിച്ചത്. അതിന്റെ പേടിയുണ്ട്. അത് നിങ്ങൾ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ്, അങ്ങനെയാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഈ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്തെ നിങ്ങൾ യു ആർ റൈറ്റിംഗ് ഫോർ എ ബിഗ് സ്റ്റാർ. ആ ഒരു ബിഗ് സ്റ്റാറിന് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ വിചാരിച്ച പാറ്റേൺ ആവണമെന്നില്ല. ചിലപ്പോൾ സ്റ്റാറിന് ഫാൻസിന് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ കീ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങളും അത് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ദുൽഖർ ഒരു ആസ് എ സ്റ്റാർ, ആസ് എ ആക്ടർ എല്ലാ തരത്തിലും നമ്മളെ പടത്തിൽ വേണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഓക്കെ, ഈ ഒരു സീൻ എഴുതുമ്പോൾ ഒരു സ്റ്റാർ ആയിട്ടും ആക്ടർ ആയിട്ടും നമ്മൾക്ക് കാണണം. അതിനു വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. സ്ക്രിപ്റ്റിലും ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നഹാസിന് അങ്ങനെ ഒരു പ്ലാനും ഉണ്ട്. 2 തരത്തിലും ദുൽഖറിനെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഇപ്പൊ ഓൺ സെറ്റിൽ വന്നിട്ട് ഡയലോഗ് മാറ്റുക, പെട്ടെന്ന് മാറ്റുക, ഇങ്ങനത്തെ പരിപാടികൾ അതോ നിങ്ങൾ സോളിഡ് സ്ക്രിപ്റ്റുമായിട്ട് പോവുക? സോളിഡ് സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു ലോക്കഡ് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. ചിലപ്പോ ആ സെറ്റ്, ആ ലൊക്കേഷൻ, അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ്, അതായത് ടോട്ടൽ ഡ്രാസ്റ്റിക് ചേഞ്ചുകളല്ല, പക്ഷെ ചെറിയ ചെറിയ ചേഞ്ചുകൾ എപ്പോഴും ആവശ്യം വരും. അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ അങ്ങനെ ആവശ്യം വരും. അത് കൂടുതൽ ബെറ്റർ ആക്കും. ഞാൻ ചോദിക്കുന്നത് അത് ഡയലോഗ്സിലാണോ അതോ തിരക്കഥയിലാണോ? തിരക്കഥയില് ടോട്ടലി ലോക്ക് ആയിട്ടുള്ളതാണ്. അതെ, ഡയലോഗ്സിലോ ചില പ്ലേകളിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളൊക്കെയാണ്. ആ സീന് മാറുക എന്നുള്ളതല്ല. പക്ഷെ ചിലപ്പോ അതിന്റെ ലൊക്കേഷൻ നമ്മളൊരു മുറിയിൽ അടച്ചിരുന്നിരുന്ന പോലെയല്ലോ റിയൽ സെറ്റിലോട്ട് പോകുമ്പോ. അപ്പൊ അവിടെ പ്രാക്ടിക്കലി കുറെ നമ്മൾ പ്രതിബന്ധങ്ങളുണ്ടോ, അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ചേഞ്ചസ്. ഇംപ്രവൈസേഷൻ, അതാണ് ഇംപ്രവൈസേഷൻ. ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ചമനായാലും ജെക്സ് ആയാലും അവർക്ക് വേറെ 2 പടങ്ങൾ ഓണത്തിന് വരുന്നുണ്ട്. പല റീല് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഖലീഫയുടെ ക്ലിപ്പ് IM ഗെയിമിൽ വരിക, അല്ലെങ്കിൽ ആ സ്കോർ, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇത് എങ്ങനെ എൻജോയ് ചെയ്യുന്നത്? ശരി, ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോ അത് രസമാണ്. എന്താ പറയാ, ആദ്യത്തെ സിനിമ ഇങ്ങനെയാണ് വരുന്നത്. ആൾക്കാരൊക്കെ ട്രോൾ ചെയ്യുന്നതും അത് പറയുന്നതൊക്കെ നല്ല കാണുന്നതും നല്ല രസമാണ്. സ്റ്റുഡിയോ പോകുമ്പോ വൈശാഖട്ടൻ കൂടെ ഉണ്ടാവും. ഖലീഫ പകരം വൈശാഖട്ടൻ അടിപൊളിയാണ്. ഞങ്ങൾ അത്ര കോൺവെർസേഷൻ ഇല്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ. പക്ഷെ മാസം വൈശാഖട്ടനെ ഡെയിലി ഈവനിങ് ചായ കുടിക്കാനൊക്കെ ഒരുമിച്ച് പോയി തമാശയൊക്കെ പറഞ്ഞു തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ക്ലാസ് അവർക്ക് തമ്മിലില്ല, നമുക്ക് ക്ലാസ്സില്ല. പടങ്ങൾ തമ്മിൽ ക്ലാസ്സില്ല. ഇപ്പം ഡയലോഗ്സ് എഴുതാൻ ഒരു 3 പേരില്ലേ? ആദർശ് ഉണ്ട്, ഷഹബാസും സജീർക്കി. സ്ക്രീൻ പ്ലേക്ക് നിങ്ങൾ 3 പേര്, സ്റ്റോറി നഹാസിന്റെ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു 7 പേര്. ഇതിന്റെ സാധാരണയായി സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ ഒക്കെ നമ്മൾ ഒരാളിൽ കാണുമ്പോൾ നിങ്ങൾ 7 പേരാണ്, ഒരു ബറ്റാലിയൻ പോലെ ഒരു ടീമാണ് അതിന് പിന്നിൽ. ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് ഇൻഡിഫറൻസസ് സ്വാഭാവികമാണ്. അതിലൊരു ലാസ്റ്റ് ഡോട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തമ്മിത്തല്ലി പിരിഞ്ഞിട്ടാണ് എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്യും എന്നാണോ, അതോ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടാണ്? അല്ല, രണ്ടുണ്ട്. 2 പ്രോസസ്സാണ്. ഒന്ന്, എന്താ പറയാ, നമ്മള് ഒരു പോയിന്റിലേക്ക് എത്താതെ ചിലപ്പോ അടുത്ത ദിവസമാവും. ആദ്യം നമ്മളിങ്ങനെ സംസാരിച്ച് ഓക്കെ ഈ പോയിന്റിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ എന്താ പറയാ, ഓക്കെ ഇത് ആ പറഞ്ഞ കാര്യം എന്താണെന്ന്, ഇപ്പോ സജീർ ഒരു കാര്യം പറയുമ്പോ ഓക്കെ ഈ കാര്യങ്ങളാന്ന് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ അടുത്ത പോയിന്റിൽ അവൻ അതാണ് പറഞ്ഞത്, അപ്പൊ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അങ്ങനെ അടുത്ത പോയിന്റിലേക്ക് ഓക്കെ അപ്പൊ അവന് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി, ഓക്കെ ഇവന്റെ കയ്യിൽ ഇത് എടുക്കാന്ന് പറയുന്ന ഒരു ബെറ്റർ സീനിലേക്കോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഒരു സെറ്റിലേക്കോ എത്താൻ പറ്റും പെട്ടെന്ന്. അങ്ങനെ ഒരു നെക്സ്റ്റ് ഡേ ആയിരിക്കും, മേ ബി ചിലപ്പം നെക്സ്റ്റ് അവർ ആയിരിക്കും, ചിലപ്പോ ഓക്കെ ഇനി എന്താ പറയാ അടുത്ത ഈ സീൻ അവിടെ സ്റ്റക്ക് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ ഡബിൾ ആയിട്ട് ഉണ്ടാവും നെക്സ്റ്റ് പോയിന്റില്. ഓക്കെ ഇത് എല്ലാം കൊണ്ടും ആ അടിയൊക്കെ നല്ല രീതിയിലാണ് വരും. അടി എന്ന് പറയുന്നത് നല്ല അടി. ഞങ്ങൾ 3 പേരും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഡയലോഗ്സിലോട്ട് അവരോട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു വെർഷൻ ഉണ്ട്. അപ്പൊ അതിലൂടെ അവരോട് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഡയലോഗ്സ് ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അവർ പുറത്തുനിന്ന് കാണില്ല പെട്ടെന്ന്. അപ്പൊ അവർക്ക് കറക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ. ഈ സ്ക്രീൻ പ്ലേ ലോക്ക് ചെയ്ത ഡേറ്റ് ഓർമ്മയുണ്ടോ? ഫൈനൽ ലോക്ക് സ്ക്രീൻ പ്ലേ ലോക്ക് ചെയ്തിട്ടില്ല.
ഫൈനൽ ഡബിന്റെ കട എന്നാണെന്ന് തോന്നുന്നു. ശരിക്കും ഡയലോഗില്ല, അല്ല, ചെറിയ ഡയലോഗ്സ് കറക്റ്റ് ഒക്കെയാണ്. സ്ക്രീൻ പ്ലേ അത് ഷൂട്ടിന്റെ ജസ്റ്റ് മുമ്പായിട്ടുള്ള ഒരു പീരീഡ് തന്നെയാണ് ലോക്ക് ചെയ്യുന്നത്. സ്ക്രീൻ പ്ലേ ആയിട്ട് ഒരു 1 വീക്ക് ബിഫോർ ഒക്കെ ആയിട്ടുള്ള സമയം. നവംബറിലൊക്കെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം, കഴിഞ്ഞ വർഷം ഷൂട്ട് തുടങ്ങി. മെയിലൊക്കെ ഷൂട്ട് തുടങ്ങി. അതെ അതെ അതെ. ഒരു ഡ്രാഫ്റ്റിലേക്ക് നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ട്. ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഇംപ്രവൈസേഷൻ ഒക്കെ ഇംപ്രവൈസേഷൻ ആണ്. ഇംപ്രവൈസേഷൻ ഒരു ഡ്രാഫ്റ്റിലെത്തി, അതിനുശേഷമുള്ള ഇംപ്രവൈസേഷൻ പോയിന്റുകളാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ചേഞ്ച് ചെയ്യാന്നുള്ളതല്ല. DQന്റെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് കമന്റ്സ് നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു അത് ഇഷ്ടം, രസമുണ്ട്. ഫണ്ണായിട്ട് എടുക്കുന്നുണ്ടോ അല്ല സീരിയസ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ്. ഇല്ല, അത് വേൾഡും അതിലൊരു പ്ലേഫുൾനെസ് ഒക്കെ കൊണ്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്. ഒരു കഥാപരമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇല്ല കഥയായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന റെഫറൻസസ് കുറെ പടങ്ങൾ എടുത്തിട്ടുണ്ട് ബ്രോ. ഏതാണ്ട് 25ഓളം പടങ്ങൾ ഇതിനോട് കണ്ടിട്ടുണ്ട്. അത് പല ജോണർ പടങ്ങളാണ്. ചിലപ്പോ സ്പോർട്സ് പടങ്ങൾ, ഒരു 10ഓളം സ്പോർട്സ് പടങ്ങള്, 10ഓളം ഇത് കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ്സ്, എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. അത് ഇന്ന ലാംഗ്വേജ് മാത്രമല്ല, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, മലയാളം, ഹിന്ദി. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിനകത്ത് ഒരുപാട് ജോണേഴ്സ് ഉള്ള ഒരു ഫീൽ എനിക്ക് കിട്ടി. കറക്റ്റ് ഇഫ് ഐ എം റോങ്. ഇപ്പം സ്പോർട്സ്, ഫാന്റസി, എന്റർടൈൻമെന്റ്, ഫാമിലി, റൊമാൻസ്, അങ്ങനെ പലതും. ആക്ഷൻ ആണ് മേജർ ആക്ഷൻ. ഇപ്പം പല സിനിമകളും ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യുന്നത്, എന്നിട്ട് അതൊരു 2 hours കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. ഇത്രയും ജോണേഴ്സ് ഡ്യൂറേഷൻ ലെങ്ത് ടൈം ഇപ്പോഴും എനിക്കറിയത്തില്ല. 2 hours എത്രയാണ് അതും പുറത്തു. ഓക്കെ, അത്രയും വരുമ്പോ ഇത് ഓരോ ഹൈ മൊമെന്റ് പ്രേക്ഷകന് തിയേറ്ററിൽ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അതായത് ലാഗ് അടിക്കരുത്, ഇതൊരു ഹൈ മൊമെന്റ് ആയിരിക്കണം, പിന്നെ കുറച്ച് പോയാലും കുഴപ്പമില്ല, പിന്നെ ഒരു ഹൈ. ഇതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്? അത് നമ്മളൊരു സ്ട്രക്ചർ സെറ്റ് ചെയ്യണം. ജോൺ യോക്കിന്റെ 5 ആക്ട് സ്ട്രക്ചറാണ് ഞങ്ങൾ ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന് സ്ട്രക്ചർ വരുന്നത് ആ ഗ്യാപ്പ് കൃത്യമായിട്ട് വരും. അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലാഗ് ഉണ്ടാവരുത് എന്നുള്ളത് ആദ്യമേ ഷുവറായിട്ട് ലാഗ് ഉണ്ടാവും. ഒരു പോയിന്റ് പോലും ലാഗ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കഥ ആദ്യം മുതൽ അവസാനം വരെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ എന്താ പറയാ, ഓരോ പോയിന്റിലും ക്യാരക്ടറിന്റെ ജേണിയാണ്. അപ്പം ക്യാരക്ടർ ഓരോ കഥയിലൂടെ സഞ്ചരിക്കുകയാണ്. അതെല്ലാം ജോണറുകളാണ്. പല ജോണറുകളായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിലർ ഇറങ്ങേണ്ട ദിവസം ട്രെയിലർ ഇറങ്ങിയില്ല, അടുത്ത ദിവസമാണ് ഇറങ്ങിയത്. എന്തായിരുന്നു നിങ്ങളുടെ അന്ന് രാത്രി നിങ്ങളുടെ പോയിരുന്ന ഒരു മാനസികാവസ്ഥ? എത്ര മെസ്സേജ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു പോയിന്റിൽ ഓക്കെ ഇപ്പൊ ഇറങ്ങും എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് നമ്മൾ കിട്ടിയില്ല. അപ്പൊ എന്താ പറയാ, അതിന് ഓക്കെ ഇപ്പൊ അപ്ഡേറ്റ് ആവും എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് മുമ്പാണ് നമുക്ക് ടോട്ടൽ അവർ പറയുന്നതിന്റെ കുറച്ച് മുമ്പാണ് നമുക്ക് ഓക്കെ ഇന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. മാക്സിമം റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ പരിപാടികൾ ഞാൻ പറയുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ദുൽഖർ പടത്തിന്റെ ഫാൻ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അവര് വെയിറ്റ് ചെയ്തതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇത് രാത്രി 9 മണി 10 മണിക്കൊക്കെ നോക്കുക. അപ്പൊ കമന്റ്സ് എവിടെ റിഫ്രഷിംഗ് എന്റെ കൈ നടന്നു ബ്രോ, ആ തരത്തിലുള്ള മെസ്സേജ് ആയിരുന്നു. അതെ അതെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്ട്രെയിന്, മറ്റേ എന്താ പറയാ, വേർപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇപ്പൊ നിൽക്കുന്ന റിയാലിറ്റിയിൽ 10 days to go 9 days to go എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു കൗണ്ടോ നിങ്ങളെ ഒരേ സമയം എന്താ പറയാ, അതിന്റെ ഒരു ത്രില്ലും ഉണ്ട്, പേടിയുണ്ട്. ഓഫ് കോഴ്സ് പേടിയുണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് ആഗ്രഹിച്ചെത്തിയതാണ് ഈ പോയിന്റിലേക്ക്. ഇങ്ങനൊരു പടം, ആദ്യത്തെ പടമാവാന്ന് പറയുന്നത് എന്താ പറയാ ഒരു സ്വപ്നതുല്യാണ്. അപ്പൊ പേടിയുണ്ട്, എന്താ പറയാ എക്സൈറ്റ്മെന്റഡ് ആണ്. എല്ലാം ഒരേ സമയം എല്ലാ ഫീലും. എനിക്കാണ് എന്തായാലും FDS റിസൾട്ട് അറിയാം. ഇപ്പോഴേ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാലും 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയാം. ഇപ്പം ആസ്പയറിംഗ് ആയിട്ട് വരുന്ന പല ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നത് പലരുടെയും ഏടിയായിട്ട് നിൽക്കുന്നവർ മാത്രമല്ല, സിനിമയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നത്. ഇപ്പൊ ടെക്നിക്കലായാലും ഡയറക്ഷനിലായാലും സ്ക്രീൻ പ്ലേയിലായാലും, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദം? ട്രൈങ് സമയത്തിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ കരുതും ഓക്കെ നെക്സ്റ്റ് മൊമെന്റിൽ സെറ്റ് ആവുമെന്ന് വിചാരിക്കും. ഓരോ പോയിന്റിലും ഇപ്പം എന്റെ ഓൾമോസ്റ്റ് ഒരു 12 ഇയേഴ്സിന്റെ ജേർണിയാണ്. 12 വർഷം. അതെ. അപ്പം ഫസ്റ്റ് പോയിന്റ് മുതലേ ഓക്കെ ഒരു നെക്സ്റ്റ് ഒരു 3 months അല്ലെങ്കിൽ അടുത്ത ഒരു ഓക്കെ റെഡി ആവാൻ പോവാണ് എന്ന് പറയുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ അറിയില്ല ഈ സമയം മുഴുവൻ ഇങ്ങനെ പോകുന്നത് അറിയില്ല. അപ്പം കടന്നുപോയി കഴിയുമ്പോൾ അയ്യോ ഇത്രയും കാലം
നമ്മൾ ഇതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടൊന്ന് ഓർക്കുക. കാരണം നമുക്കൊരു 3 months കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഹോപ്പ് ഈ 3 monthsന്റെ ഹോപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 6 months കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മീറ്റിംഗ് വരുന്നത്. അപ്പൊ ഈ 6 months നമുക്ക് ആ പ്രതീക്ഷയാണ്. ഇങ്ങനെ നമ്മൾ കൊല്ലങ്ങൾ കടന്നു പോകുന്നത് ചിലപ്പോൾ അറിയില്ല. ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് പക്ഷെ അപ്പോഴും നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന പാഷനിൽ ബിലീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സിനിമ എന്നുള്ളതല്ല, എല്ലാ കാര്യങ്ങളിലും ബിലീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. എന്താണ് ഒരാളെ ഗോള്, അതിൽ ബിലീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. സിനിമ മാത്രമല്ല, കുറെ അതിന് ചുറ്റുമുള്ളവരും ഇമ്പോർട്ടന്റ് ആവട്ടെ. നമ്മുടെ പാഷന് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ണടക്കേണ്ടി വരും. മറ്റുള്ളവരെ ഇമോഷനെ കുറിച്ച്, വീട്ടുകാരെ ഇമോഷനെ കുറിച്ച് ആലോചിക്കാതിരിക്കേണ്ടി വരും. അവരെ നമ്മളെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയാ ഈ അല്ലെങ്കിൽ എപ്പോഴേ ഇട്ടേച്ച് പോകേണ്ട ഒരു അത്രയും ഇതുണ്ടാവും. ആ സമയം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ട സമയം ഉണ്ടാവും. ഇപ്പൊ ഫാമിലി എല്ലാം കൊണ്ടും നമ്മൾക്ക് എന്താ പറയാ സെറ്റ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന മറ്റൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, സ്റ്റിൽ എനിക്കൊരു ദിവസം വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഉണ്ടാവുക. സിനിമയിലേക്ക് വരുമ്പോ ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഷോട്ട്? ഫസ്റ്റ് എടുത്തതാണോ? ഫസ്റ്റ് ഷോട്ട് അത് പെപ്പയുടെ സെറ്റായിരുന്നു. പെപ്പ ടോട്ടൽ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ഫസ്റ്റ് ഷോട്ട് കഥയായിരുന്നു. അതെ അതെ. സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ഫ്രെയിമില് അഭിനയിച്ചു കഴിയുമ്പോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ഫീല് കിട്ടുന്നുണ്ടോ? ഓർ എടാ നമ്മൾ എഴുതിയതിനപ്പുറത്തേക്ക് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പോയിന്റും ഉണ്ടായിട്ടുണ്ടോ? അതോ അയ്യോ നമ്മൾ വിചാരിച്ച പോലെ വന്നിട്ടില്ല, ഇങ്ങനെ ഈ മിക്സഡ് ഫീലിംഗ്സ്? നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ കണ്ട ഒരു സംഭവം അത് നമ്മൾ മറന്നേക്കും. പിന്നെ അവര് ഓരോ ആർട്ടിസ്റ്റും അതിനെ ഇന്നറിലോട്ട് എടുത്ത് പെർഫോം ചെയ്യുന്നത് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിൽ കണ്ടതിനെക്കാളും നല്ലതായിട്ട് വരാം. പിന്നെ അത് നല്ലതാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് എന്റർടൈനിങ് ആണോ, അങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അല്ലാതെ അത് ഓരോ ആൾക്കാരുടെ ഫേസും അവരെ രീതികളും പെർഫോം ചെയ്യാൻ ആക്ടിങ് അവർ സമീപിക്കുന്ന സ്റ്റൈലൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരും. നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എഴുതുമ്പോൾ ഇന്നത് വരണം നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുമ്പോൾ ആ ഇമോഷനാണ് നമ്മൾ എഴുതുന്നത്. അവരെ എക്സ്പീരിയൻസ് ഇപ്പം നമ്മളൊന്ന് കാണുന്നു, അതെന്തായാലും ഒന്ന് കാണും. ഓക്കെ, ഇങ്ങനെയാണെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുക എന്നൊക്കെ രീതിയിൽ നമ്മളൊന്ന് കാണും. അത് നഹാസിന് വേറൊരു തരത്തിലുണ്ടാവുക. അവന്റെ എക്സ്പീരിയൻസും അവന്റെ ഒരു വിഷനും കാര്യങ്ങളൊക്കെ വരും. ആർട്ടിസ്റ്റ് കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ഒന്ന് തരും. അപ്പം ഒന്ന് അഡിഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് വേണ്ട ഒന്ന് മേ ബി അത് മറ്റൊരു തരത്തിലേക്ക് പോകും. ഓക്കെ, ഫൈനലി ഇങ്ങനെ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ, അതായത് നമ്മൾക്ക് എന്ത് വേണം എന്നുള്ള രീതിയിലല്ല അവരെന്ത് തന്നു അല്ലെങ്കിൽ നഹാസിന് എന്ത് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ആസ് എ റൈറ്റർ അങ്ങനെ തന്നെയാണ് അത്. നമ്മള് ഓക്കെ എപ്പോഴും റൈറ്റർ തന്നെയാണ്. ഡയറക്ടർ നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിലുള്ളതാണ്. അത് കഴിഞ്ഞ് അവന് ആർട്ടിസ്റ്റിന് എന്ത് കൊടുക്കുന്നു, അവനെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആർട്ടിസ്റ്റിന് എന്ത് വാങ്ങുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ പോയിന്റ്. അവിടെ കഴിഞ്ഞു, നമ്മൾ എഴുതി കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് സിനിമ. മേ ബി ചിലത് നമ്മൾ എന്താ പറയാ ഓക്കെ ഇങ്ങനെയല്ലല്ലോ വരേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ ഫൈനലി സ്ക്രീൻ എടുക്കുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഫൈനലി സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ അവനെന്താണോ കണ്ടത് അവന് കിട്ടുന്നതെല്ലാണ് ഹാപ്പിനെസ്. അതായത് ഒരു റൈറ്ററിന്റെ ഹാപ്പിനെസ് അങ്ങനെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവന് ഓക്കെ അവന് വേണ്ടത് എനിക്ക് കൊടുക്കാൻ പറ്റി എന്ന് പറയുന്ന രീതിയിലായിരിക്കും എന്റെ ഒരു സംഭവം എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് പടത്തിൽ ഡീപ് ഡൈവ് ചെയ്യാം. മിഷ്കിൻ, കദിർ, കയാദു ലോഹർ, ഗുരു, വമ്പൻ സ്റ്റാർ കാസ്റ്റ് അപ്പാർട്ട് ഫ്രം DQ ആൻഡ് പെപ്പെ. ഇതിന്റെ ഇവരുടെ ക്യാരക്ടറൈസേഷനെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ ആരോ നിങ്ങളുടെ മൈൻഡിൽ എന്നുള്ളതാണ്. ലൈക്ക് ഈ നമ്മുടെ കാസ്റ്റിംഗ് നമ്മുടെ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ മുഖം ഉണ്ടാവുമല്ലോ മൈൻഡിൽ. ഇവരെ വന്നിരുന്നെങ്കിൽ DQ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം DQ ആണെന്നുള്ളത്, പെപ്പെ ആണെന്നുള്ളതും. ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവരോട് പെപ്പയും ചെയ്യുന്നത് അറിയാം. മിഷ്കിനൊക്കെ പിന്നീട് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ ക്യാരക്ടറിനെ ആക്ട് ആയത് ആരാണ് നോക്കിയിട്ടാണ് മിഷ്കിൻ, കയാദു, കദിറൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, വിവേകാനന്ദാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഞങ്ങൾ കൂട്ടായ ഒരു ഡിസ്കഷൻ ആണത്. അതിങ്ങനെ ഒരു ഇന്ന രീതി എന്നുള്ള ഒറ്റ രീതിയല്ല അതിന്റെ ഒരു പരിപാടി കാസ്റ്റിംഗ്. ഇതിന്റെ ഇപ്പോഴും എന്റെ വർക്ക് കിടക്കുകയാണോ അതോ? അതെ, വർക്ക് എടുക്കാണ്. ബാക്കി ഫൈനൽ വർക്ക് ഒക്കെ കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് തമ്മിലുള്ള ചർച്ച എന്താണ്? നിങ്ങൾ സ്വാഭാവികമായിട്ട് സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറയുന്നത് നമുക്കിടയിൽ ഇപ്പം ഖലീഫ വേഴ്സസ് ബത്ലഹേം വേഴ്സസ് ഐ എം ഗെയിം എന്ന് പറയുന്ന ഒരു പരിപാടി ഉള്ളതുപോലെ ഫോർ ഫൺ നിങ്ങളുടെ ഇടയിൽ ചിന്തിക്കാറുണ്ട് ഇത് ഇത്ര പോകും, ഇത് ഇത്ര പോകും, ഇത് ഇത്ര പോകും, ഇത്ര പോകും, ഇത് ഉണ്ട്, ചിന്തയുണ്ട്? ചിന്തയൊക്കെ ഉണ്ട്. ചിന്ത അതായത് നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ ശരിക്കും എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനാണ് അപ്പൊ എന്താ പറയാ
ആഗ്രഹിക്കുന്നു. നമുക്ക് അറിയില്ല എന്താണെന്ന് പറയുന്നത്. പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പറഞ്ഞത് 3 പടവും കാണണം, ഒരു പടം മാത്രമാണെങ്കിൽ ഖലീഫ കാണണം. ഞങ്ങളും പറഞ്ഞത് ഒരു പടം മാത്രമാണെങ്കിൽ. പക്ഷെ ഈ പറയുന്ന ഞാൻ പറഞ്ഞോട്ടെ, ഈ മാത്ത് എന്ന് പറയുന്നത് പലർക്കും ദഹിക്കില്ല. കാരണം കണക്ക് ഒന്നാമത് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ഊരിപ്പോയി കുറെ പേരുണ്ട്. ഈ മാത്ത് ആണല്ലോ നിങ്ങൾ ഈ ബെറ്റിംഗ് ഉൾപ്പെടുത്ത ഈ കണക്ക്. ഇത് ആളുകൾക്ക് കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? കാരണം എനിക്ക് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണം ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഒരു സിനിമ കണ്ടിട്ട് മനസ്സിലായില്ല ആരും പറയാൻ പാടില്ല. തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആ കഥ ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു പോയിന്റിൽ ഒരു എന്റർടൈൻമെന്റ് സിനിമന്റെ അപ്പുറം പോരുത് എന്നുള്ളതാണ്. എന്റർടൈൻമെന്റ് സിനിമയാണ്, അഡ്വഞ്ചർ സിനിമയാണ്. ആ ഒരു പോയിന്റാണ്. ഒന്നും നമ്മൾക്ക് പഠിപ്പിക്കാനൊന്നുമില്ല, എല്ലാം കാണുക എന്ന് പറയുന്ന, എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന സംഭവം തന്നെയാണല്ലോ. ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ എന്റർടൈൻ ചെയ്തിട്ട് ഓക്കെ ഒരു വേൾഡ് ആണ്, ആ വേൾഡ് കാണുക, ആ വേൾഡിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ലോജിക്കലി ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നതാണുള്ളത്. അല്ലാതെ ഓക്കെ അവരെ ഇൻഫോർമേറ്റ് ചെയ്യാന്ന് പറയുന്ന തരത്തിൽ ഒന്നും പോകുന്നില്ല. അല്ല, ഈ ബെറ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. ഇല്ല, അവർ വേൾഡിലാണ് കാണുന്നത്, ഇങ്ങനെ ഒരു വേൾഡിലാണ് കാണുന്നത്. അത് ലോജിക്കലി ആളുകൾക്ക് ബിലീവ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത് ബിലീവ് ചെയ്തുകൊണ്ട് ആണ് മുമ്പോട്ട് പോകാൻ പറ്റുക. അപ്പൊ ആ ബിലീവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന അതിലിപ്പം എഡ്യൂക്കേറ്റ് ചെയ്യാതെ തന്നെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരിക എന്നുള്ളത്, അതിന് ചാലഞ്ചസ് എന്തെങ്കിലും? ചലഞ്ചസ് എന്തായാലും ഉറപ്പാലും ഉണ്ട്. അതായത് ഇതുപോലൊരു വേൾഡിനെ ബിലീവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും അറിയാത്ത ലോകമാണല്ലോ. അതെ. അപ്പൊ അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യിക്കുക എന്ന് പറയുന്നത് ഇപ്പം സാധാരണയായി നമ്മുടെ ചുറ്റും നടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ബോയ് നെക്സ്റ്റ് ഡോർ കഥ പോലെ അല്ലല്ലോ ഇത്. ഇതൊരു വേറെ വേൾഡ്, ഒരു മൾട്ടി മില്യണിയർ പോലത്തെ ഒരു സെറ്റപ്പ് സാധാരണക്കാർക്ക് അപരിചിതമായിരിക്കുമല്ലോ. ശരിക്കും ഈ ജോണർ ഷിഫ്റ്റിനേക്കാളും നമ്മൾക്ക് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഈ കഥ ബിലീവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. എന്തായാലും നമ്മളൊരു മേലെ നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ഈ കഥ ബിലീവ് ചെയ്യണം, ഉറപ്പാലും അവർ വാങ്ങണം. ഓഡിയൻസിനെ ഓക്കെ ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ഓരോ പോയിന്റിലും ഓരോ സീനിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ഇത് ഈ സീനിൽ അവർ ഇന്നാണെന്ന് പറഞ്ഞ് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, അതിന്റെ കൂടെ തന്നെ പഠിക്കുകയാണ്. ഇതിന്റെ ജേണി എന്ന് പറയുന്നത് ടോട്ടലി ഒരു സ്റ്റഡി തന്നെയായിരുന്നു. അപ്പൊ ഓക്കെ എല്ലാ സീനിലും നമ്മൾക്കുണ്ടായിരുന്ന ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓക്കെ ഓഡിയൻസിന് ഇത് ബൈ ചെയ്യണം, അവർക്കത് ഓക്കെ അവരതിനെ ഫീൽ ചെയ്തിരിക്കുന്നു. അതിന് ചിലപ്പോൾ ഇമോഷൻ ആയിരിക്കും. ഒരു സീനിൽ നമ്മൾ ഒരു വലിയ വേൾഡിനെ കാണിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ നമ്മളൊരു മലയാളിക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷനും കൂടി ഉണ്ടാവും. അതിന് ഓരോന്നും ആ ക്യാരക്ടറിന്റെ കൂടെ സഞ്ചരിക്കുക, അയാളാണ് കാണുന്നത്, അയാളെ നമ്മൾക്ക് ഇഷ്ടമാണ്. ആ ഒരു ടെക്നിക്കിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ടോട്ടല് എങ്ങനെയുണ്ട് ദുൽഖറിന്റെ ഇൻട്രോ? ഇൻട്രോ ഒന്നും പറയത്തില്ല, അതങ്ങനെ തന്നെയാണ്. അതായത് അത് നമ്മൾ കാണേണ്ടതാണ്. ദുൽഖറിനെ കാണണം, എങ്ങനെ കാണണം എന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നാസ് കാണിക്കുന്നതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അങ്ങനെ തന്നെ കാണിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇൻട്രോ, ഇന്റർവൽ ബ്ലോക്ക്, ലാസ്റ്റ് ടെയിലെൻഡോ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ്, ഇതാണ് സാധാരണ ആളുകൾ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ്. നിങ്ങൾ തിയേറ്റർ റെസ്പോൺസുകൾ സാധാരണ നോക്കാറുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് ഇത് 3 ആളുകൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇന്റർവൽ ബ്ലോക്ക് തീയായിരുന്നു, കത്തിച്ചു. ക്ലൈമാക്സ്, ഈ 3 വാക്കുകളും ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരൊരു സാധാരണ മീഡിയയുടെ മുമ്പിൽ വന്ന് റെസ്പോൺസ് പറയുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് എല്ലാവരിലും റെസ്പോൺസിബിൾ ആവുമ്പോൾ ഈ 3 ഹൈ പോയിന്റ്സ് മനസ്സിൽ വെക്കാറുണ്ടോ? ഇതുപോലെ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, നമുക്ക് അറിയാലോ. പറഞ്ഞ പോലെ തിയേറ്റർ കഴിയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഇന്റർവ്യൂ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് നോർമലി ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിൽ ഉണ്ട്, അത് എഴുതുമ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം ഇന്ന വേണം. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ചിലപ്പോ ഇത് ഇന്റർവൽ ബ്ലോക്ക് ആക്കണോ അല്ലെങ്കിൽ അത് ഇന്റർവൽ ബ്ലോക്ക് ആക്കണോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്? ഇതാണ് ഏറ്റവും ഹൈ പോയിന്റ് അല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രക്ചർ ലെവൽ മുതലേ നമ്മൾ എന്താ പറയാ ഓക്കെ ആ ഒരു തോട്ടിൽ തന്നെയാണ്. ഒരു ഇന്ത്യൻ സിനിമയാണ്, ആ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ട ഇന്റർവ്യൂ വേണം, അതിന് ഒരു മിഡ് പോയിന്റുകൾ വേണം, ഇന്റർവെൽ വേണം, അതുപോലെ ഇന്റർവെൽ ലോ ആയി ഹൈയിലേക്ക് പോകണം. അങ്ങനെ ഓരോ പോയിന്റും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ ലെവലേ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ എല്ലാ പോയിന്റുകളും ഉണ്ട് മൂവിയിലുണ്ട് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേ. ഈ സ്ക്രീൻ പ്ലേയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? അതായത് ഞാൻ കുറച്ച് പോയിന്റ്സ് ഇട്ട് തരാം. അതായത് ഒരു
ഒരു സ്റ്റാറിന് വേണ്ടി എഴുതുമ്പോൾ അയാളുടെ ഇത്രയും മാസീവ് ഓഡിയൻസിന് വേണ്ടി അവർക്ക് പ്രിഫറബിൾ ആയിരിക്കണോ അതോ കഥയോട് ജസ്റ്റിസ് കാണിക്കുന്നതായിരിക്കണോ ഏറ്റവും വലിയ ചാലഞ്ച്? DQ പോലുള്ള ഒരു സ്റ്റാർ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഫാൻസിനെ കൂടെ കൺസിഡർ ചെയ്യണം. അതേ സമയത്ത് കഥ മോശമാവാനും പാടില്ല, കഥയിൽ കൺസിഡർ ചെയ്യണം. നമ്മൾ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇതൊക്കെ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്ട്രെസ് എടുത്താൽ ചിലപ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും. അപ്പൊ ഈ സ്ട്രെസ് ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ്? സ്ട്രെസ് ഇല്ലാതല്ല, സ്ട്രെസ് അതായത് ഇതൊരു വലിയ ജേണിയാണ്. സ്ട്രെസ് ആണെങ്കിലും എഴുത്ത് എന്ന് പറയുന്ന വലിയൊരു ജേണിയാണ്. അതിന് എല്ലാ തരത്തിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലൊരു സിനിമയിലേക്ക് ഇതുപോലൊരു സ്ക്രിപ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ എല്ലാ ചാലഞ്ചസ് ആണ്, അതേസമയം ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാം കഥ കൊണ്ടും സ്റ്റാർ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. നമ്മൾ കഥ ഡ്രൈവ് ചെയ്യാൻ നമ്മൾക്ക് അതൊരു സാധ്യതയും കൂടിയാണ്. ഇപ്പൊ സ്റ്റാർ ഉള്ളത് കൊണ്ട് ഒരു കഥ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. അതിനെ വെച്ചിട്ട് നമ്മൾക്ക് ഒരേ സമയം തന്നെ സ്റ്റാർ ആയിരിക്കാം, ഒരേ സമയം തന്നെ ഒരു ആർട്ടിസ്റ്റുമാണ്. ദുൽഖർ ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റാണ്. നമ്മൾ കാണുമ്പോൾ അറിയാം ഓക്കെ ഈ സീൻ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് എങ്ങനെ ചില ഭാഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇത് പെർഫോം ചെയ്യാമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എഴുതുമ്പോൾ ഓക്കെ എങ്ങനെയായിരിക്കും നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ. അതിങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് കാണുമ്പോൾ ഓക്കെ നമ്മള് പ്രതീക്ഷയിലും കൂടുതൽ ദുൽഖറിന്റെ സമയത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രസങ്ങളൊക്കെ ഉണ്ടല്ലോ. ടോട്ടലി എന്താ പറയാ ഒരു നല്ലൊരു ജേണി ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് സ്റ്റാർ ആയതുകൊണ്ടും പിന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും, രണ്ടും കഥ നമ്മൾക്ക് നല്ലൊരു കഥ ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ കഥ ഒരു സ്റ്റാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ടോട്ടലി നല്ലൊരു ഔട്ട്കമ്മിലേക്ക് വരാം. ഓപ്പർച്യൂണിറ്റിയാണ്, അതേസമയം തന്നെ ചാലഞ്ചുമാണ്. ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് പോയിന്റ് പല ക്രിട്ടിക്സും പറഞ്ഞത് ഇറ്റ്സ് ദ സ്ക്രിപ്റ്റ് ദ സ്ക്രിപ്റ്റ് ദ സ്ക്രിപ്റ്റ്. നിങ്ങൾ വേറെ എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും സിനിമാറ്റോഗ്രഫിയിൽ എന്തൊക്കെ കാണിച്ചാലും സ്ക്രിപ്റ്റ് ശരിയല്ലെങ്കിൽ അത് വീണുപോകും, ഏത് പടമാണെങ്കിലും. അതിൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട്? 100% ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് സ്ക്രിപ്റ്റിന് മുമ്പ് കഥയാണ്. അത് കഥ പിന്നെ സ്ക്രിപ്റ്റ് എന്ന് ഒരു സിനിമക്ക് ഒരു കഥ വേണം. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ പറയാം. പ്രീമിയസ്, ക്യാരക്ടർ, ഡയലോഗ്സ്, പിന്നെയാണ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഒരു ഓർഡർ അങ്ങനെയാണ് വരുന്നത്. ഇമ്പോർട്ടൻസ് ഉള്ളത് ഒരു കഥാപാത്രവും ബേസിക് കഥയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഡാൻ ജോൺ എന്ന പേര് ആരുടെ? ഡാൻ നാസാണ് സൃഷ്ടിക്കുന്നത്. ഒക്ടോബർ എന്ന് പറഞ്ഞ ഫിലിം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതിന്റെ അതിനാണ് ഡാൻ ജോൺ വന്നത്. പിന്നെ നിങ്ങൾ അതനുസരിച്ച് പോവായിരുന്നു. അതെ. പിന്നെ ഈ പേരുകൾ ചൂസ് ചെയ്യുന്നത് ആരുടെ പരിപാടി? എല്ലാരും കൂടി തന്നെയാണ്. അതെ അതെ അത് ഇങ്ങനെ ആദ്യം ഒരു പേര് വരും, പിന്നെ അങ്ങനെ ഒരു പേര്. ചിലതൊക്കെ നല്ല ജേണിയാണ്. ഓരോ പേരുകളിലൊക്കെ കയറുമ്പോൾ ഒക്കെ ആദ്യം വിചാരിച്ചൊരു പേരായിരിക്കും, പിന്നെ കുറെ ജേണി കഴിഞ്ഞിട്ട് തിരിച്ച് ആദ്യത്തെ പേരിലേക്ക് വരും. ടോട്ടലി പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണല്ലോ ഈ പേര് വരുന്നത്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ചിലവ് വന്നിട്ടുണ്ടോ? വിനയ് ചേട്ടന്റെ ക്യാരക്ടറാണ് ഫ്രെഡി. അല്ല അത് പല പേര് അങ്ങനെ ഒരു ക്യാരക്ടറാണോ ഫ്രെഡിനെ? ഫ്രെഡിയാണ് DQക്ക് പറഞ്ഞു കൊടുക്കുന്നത് ട്രെയിലറിൽ കാണുന്നത്. അല്ല, നമ്മള് 3 പോയിന്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ, ഫസ്റ്റ് ഇന്നിംഗ്സ്, എന്റെ വിക്കറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടറാണോ? അല്ല, അത് നമ്മൾ അതിൽ തന്നെ കാണേണ്ടത്. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു രസം നമ്മൾ പറയുന്നതിലല്ല രസം, അത് കാണുന്നതിലാണ് രസം. ഈ കെയോട്ടിക് ലൈഫ് ഇയാളോട് പോവുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രമൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇയാൾ ചെന്ന് പെടുന്ന പല കുഴികളിൽ ചാടുന്ന പരിപാടികൾ, ഇങ്ങനെ ഞാൻ പറയുന്നത് അത് റൂട്ടഡ് ആയിരിക്കുക, ആളുകൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവുക ഇൻ അൻ അതർ വേൾഡ് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രോപ്പർ പരിപാടിയായിരുന്നു. അതെ 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 അതെ. ഒന്ന് കെയോസ് ആണെങ്കിൽ ഓക്കെ, കെയോസ് എത്രത്തോളം കെയോസ് വേണം എന്നുള്ള തരത്തിലാണ് നമ്മൾ കെയോസിന്റെ കാര്യത്തിൽ. ഓക്കെ ഇവിടെ കെയോസ് 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 എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പിന്നെ ഒന്ന് അതെ അതിൽ നമുക്ക് റൂട്ട് ചെയ്യാം. അതിൽ നമുക്ക് റൂട്ട് ചെയ്യാം. ക്യാരക്ടർ ഓക്കെ, ക്യാരക്ടറിന് കൊടുത്താൽ ഓക്കെ. ഇതിന് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ബിലീവ് ചെയ്യിപ്പിക്കാൻ അത് നല്ലൊരു ടൂളുമാണ്. അതെ, എവിടെ ഇരിക്കട്ടെ കെയോസ്. ക്യാരക്ടറിനുണ്ടാകുന്ന ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന റിസൾട്ട് ആണ്, റിയാക്ഷൻ ആണ് കെയോസ്. പാക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളും നഹാസും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു? ഞങ്ങൾ പാക്കപ്പ് കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ വട്ടവട പോയിട്ട് കുറച്ച് നാൾ അവിടെ ചിൽ ചെയ്തു. ഒന്നും ഫോണൊന്നും ഇല്ല, ഒന്നും ചിന്തിക്കാതെ നല്ല ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ അത് ശരിക്കും അതാണ് ആൾക്കാർ ആഗ്രഹിക്കുക ആ സമയത്ത്. ഓക്കെ ഇതാണ് വേണ്ടത്. ഒന്നും പടത്തിനെ കുറിച്ച് ഞങ്ങളൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. അതൊരു കോൺഷ്യസ് ആയിട്ട് വരുന്നതാണോ? കോൺഷ്യസ് ആയിരുന്നില്ല. ജസ്റ്റ് എന്താ പറയാ, നമുക്ക് പോവാന്ന് പറഞ്ഞു.
ഞങ്ങൾ പോയി അവിടുന്ന് ഞങ്ങൾക്ക് പടത്തിനെ കുറിച്ച് വളരെ കുറഞ്ഞ രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾ അവിടെ ചില്ല് ചെയ്തു, ഒന്നുമില്ല, ചുമ്മാ അവിടെ നിന്നു. ഒരു വർഷത്തെ കഷ്ടപ്പാടില്ല ബ്രോ, ഷൂട്ട് മാത്രം. അപ്പൊ അത് തീർന്നതിന്റെ ഒരു ആശ്വാസം കാണുമല്ലോ. ഇതില് പല ഡയലോഗ്സ് ഉൾപ്പെടെ നമ്മളിപ്പോ ഒരു മോണലോഗ് കേട്ടുകൊണ്ട് ഒരു വോയിസ് ഓവറിലാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഡയലോഗ്സ് കെയോസ് ഒക്കെ ഓക്കെ, സൈലൻസ് എത്ര ഇമ്പോർട്ടന്റ് ആണ്? സൈലൻസ് ഡയലോഗ്സിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് സൈലൻസ് എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ബെസ്റ്റ് ഡയലോഗ്സ് ഈസ് ആബ്സെന്റ് ഓഫ് ഡയലോഗ് ഒരു തിയറി ഉണ്ട്. അതെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കെയോസും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നെങ്കിൽ പോലും സൈലൻസ് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് അറിയണം. അതെ, ഈ പടത്തിൽ എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല, എനിക്കറിയില്ല. എന്താ പറയാ, അത് എല്ലാം ഇതിൽ എന്താ പറയാ, തിയേറ്ററിന് വേണ്ടി ചെയ്യുമ്പോ സം പോയിന്റ് ഇപ്പം സൈലന്റ് വേണ്ട മൂവികൾ ഉണ്ടാവും. ചിലപ്പം ചില മൂവികളിൽ സൈലൻസിനെ കൊണ്ട് തന്നെ നമ്മൾക്ക് കഥ പറയാൻ പറ്റും. ഇതില് ചിലപ്പം ഓപ്പോസിറ്റ് ആയിരിക്കും എന്റെ ഒരു സ്ട്രാറ്റജി. അതായത് സൈലൻസ് ആയിരിക്കില്ല നമ്മൾക്ക് വേണ്ടത്, പക്ഷെ സൈലൻസ് വേണ്ട സമയത്ത് സൈലൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ സൈലൻസിനെക്കാളും നല്ല ടൂൾ ഉണ്ടോന്നാണ്, അതായത് ഓഡിയൻസിനും തിയേറ്ററിനും സൈലൻസിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് ഈ സിനിമക്കാണ് അങ്ങനെ ടൂൾ ഉണ്ടോ എന്നുള്ള കാര്യം അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സൈലൻസിനെ കുറിച്ച് ഓക്കെ ഇങ്ങനെ സൈലന്റ് ആയാൽ എന്തായിരിക്കും എന്ന് വിചാരിച്ച സീനുകളൊക്കെ ഉണ്ട്. ആ സീന് കഴിഞ്ഞ് ഓക്കെ ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ടോട്ടൽ സൈലൻസിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചത്. ഡയലോഗ്സ് ഇല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി ടോക്കറ്റീവ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം പോലെയാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. ഇപ്പം ഈ പടത്തിനൊരു ക്ലൈമാക്സ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയ ഒരു ക്ലൈമാക്സോ ഒരു മേജർ സീക്വൻസസ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് യു ലോക്ക്ഡ് ഇറ്റ്, അത് കുറെ ഉണ്ടാവും. അതായത് നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റായി, പക്ഷെ പിന്നീട് മാറ്റിയിട്ടുണ്ട്. ലോക്കിംഗ് പീരീഡ് അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല ഞങ്ങള്. അതായത് ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ എന്താ പറയാ, എത്ര ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും? അതായത് ഒരു മേജർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫുള്ളി കഥ മുഴുവൻ മാറുന്ന തരത്തിൽ ഒരു 3-4 ഡ്രാഫ്റ്റുകൾ തന്നെ ഉണ്ട്. അതായത് ഓക്കെ ഇങ്ങനെയായിരുന്നു കഥ എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മേജർലി ഈ ക്യാരക്ടറും നമ്മൾക്ക് ഒരു പോയിന്റിലെ ക്യാരക്ടറും നമ്മൾക്ക് ഒരു പ്രമൈസും നമ്മൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറിയിട്ടില്ല. അത് മുതലുള്ള ഒരു പോയിന്റിൽ മുതലേ ഇതേ പ്രമൈസിലാണ് പോയത്. ഓക്കെ, അതിന്റെ ഇടയിലുണ്ടായിരുന്ന കഥകൾ മുഴുവനും ടോട്ടൽ മാറിയതാണെങ്കിൽ ഒരു 3-4 ഡ്രാഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയുടെ ഇപ്പം നിങ്ങൾ കണ്ടോ അതിന്റെ ഫുൾ ഔട്ട്? കണ്ടു. ഓൾമോസ്റ്റ് അതെ. ബാക്കി റീൽസ് ആയിട്ട് ഞാൻ പറഞ്ഞത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി സീൻ ഒന്ന് റീവർക്ക് ചെയ്യണോ, റീറൈറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് തോന്നിയ മൊമെന്റ് ഉണ്ടോ? ഏതെന്ന് പറയണ്ട, എങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ? അതിന്റെ ഒരു പ്രോസസ് നമ്മൾ ഇത്രയും വർഷം ഇതിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പം അത് റീവർക്ക് ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കുന്നതൊന്നും കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാറില്ല, പൊതുവെ ആരും ചിന്തിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ ഇതെങ്ങനെ തിയേറ്ററിൽ വരും എന്ന് പറയുന്നൊരു അതെ അങ്ങനെ തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ. ഇനി തിയേറ്ററിൽ വന്നാൽ ചിലപ്പം എന്താ പറയാ, ഓക്കെ ഇങ്ങനെ ഒരു സീനില് അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ ചിന്തിക്കായിരിക്കും. പക്ഷെ ഈ ഒരു മാനസികാവസ്ഥയിൽ ചിന്തിക്കാനല്ല നമ്മൾക്ക് തോന്നും ഓക്കെ ഇങ്ങനെയാണ്. ഓക്കെ, ഒരു മാസ് സിനിമ എഴുതുന്ന സമയത്ത് രണ്ട് രീതിയിലും ഫ്ലിപ്പ് ആവാം. മാസ് നേരെ വർക്കായില്ലെങ്കിൽ കോമഡി ആവും, കോമഡി നേരെ വർക്കായില്ലെങ്കിൽ അത് ട്രാജഡി ആവും. ഇതുപോലെ പല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട്. അയാം ഗെയിം എന്ന് പറയുന്നത് ഒരു 10 പേരെ ഇടിച്ച് തെറിപ്പിക്കുന്ന ആ മാസ് സിനിമയല്ല. ആ ജോണറിൽ അങ്ങനെ ഹിന്റ് തന്നിട്ട് പറഞ്ഞു എല്ലാം നമുക്കൊരു ഹൈ കോൺസെപ്റ്റ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് പറയാം. അല്ലാതെ ഒരു നാടിന് ഒരു വീടിന് ഒരു പ്രശ്നം വരുന്നു, അവിടെ ഹീറോ കാണിക്കുന്നു, ആ ടൈപ്പുള്ള ഒരു സിനിമയല്ല അയാം ഗെയിം. ഇതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. 10 പേര് ഇടിച്ചെടുത്ത നായകനല്ല. 10 പേര് ചിലപ്പോൾ ഇടിച്ചെടുത്തുണ്ടാവും, പക്ഷെ അതല്ല അയാളെ മോട്ടീവ്. അതെ, അയാൾ എല്ലാ വൾണറബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു നോർമൽ ഹ്യൂമൻ ആണ്. എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് ഡോക്ടറിനെ കാണില്ല. ഓക്കെ, വാട്ട് ഇസ് ദ എന്താ പറയാ പോയിന്റ് വേർ ഐ എം ഗെയിം ഷുഡ് ബി ടോൾഡ് എന്ന് പറയാനുള്ള കാരണം? അതായത് ഇതിന്റെ പ്രസക്തി എന്താണ്? ഇപ്പോ ഈ കഥ ഇവിടെ ഓഡിയൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഒരു പ്രസക്തി ഉണ്ടാവല്ലോ ഈ ഒരു കഥ ചെയ്യുന്നതില്? ഇല്ല, സിനിമ പലപ്പോഴും പല സിനിമക്ക് പല പർപ്പസ് ആയിരിക്കും. ചിലത് നമ്മൾ പൊളിറ്റിക്കലി പറയുന്ന സിനിമകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ പൊളിറ്റിക്സ് ആയിരിക്കും ആ സിനിമയുടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ആയിരിക്കാം. ഇതിപ്പോ തിയേറ്ററിൽ ആൾക്കാർ എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ആ കാണുന്ന 2.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ നമ്മൾ ആൾക്കാർ എന്റർടൈൻ ചെയ്യുക, അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു വിടുക. ആൾക്കാർ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉള്ള ആൾക്കാരാണ്, പല ഡെയിലി പ്രശ്നങ്ങൾ. അപ്പൊ ഒരു തിയേറ്ററിൽ വരുന്ന കൂടുതൽ എന്റർടൈൻ ചെയ്യാനാണ്. അപ്പൊ ആൾക്കാർ എന്റർടൈൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ഒരു വർക്ക് ചെയ്യ് എന്നാണല്ലോ നഹാസ് പറഞ്ഞത്. DQന്റെ പടമാണെന്ന് നിങ്ങൾ അറിയുന്ന മൊമെന്റ് എങ്ങനെയാണ്?
അല്ല, അത് കുറച്ചുകൂടെ ഞങ്ങളൊരു ഡ്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ DQയുടെ അടുത്തോട്ട് എത്തുന്നത്. ഡീറ്റെയിൽ സ്റ്റോറിയിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് DQയുടെ അടുത്ത് കഥ പറയുന്നത്. അപ്പൊ DQ ഓക്കെ പറഞ്ഞു, പിന്നെ സ്ക്രീൻ പ്ലേ കിടക്കുക. അല്ലാതെ അത് നഹാസ് തന്നെയാണ് പിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു ടീം അസംബിൾ ചെയ്യാനുള്ള റീസൺ എന്താണ്? സാധാരണ ഇത്രയും വലിയൊരു ടീം റൈറ്റിംഗിന്റെ അതെ അതെ അതായത് നമ്മൾക്ക് എന്താ പറയാ, ഒരു പോയിന്റില് ഈ കഥ ഇങ്ങനെ പറയാം എന്ന് പറയുന്ന രീതിയിൽ എത്തുമ്പോൾ ഓക്കെ എല്ലാം നഹാസിന് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയത്. അതായത് നഹാസിന് ഇങ്ങനെ ഒരു കഥയിലേക്ക് എത്തുക, അവനാണ് ഫൈനലി ഞങ്ങൾ വിചാരിച്ചത്. ഓക്കെ, അവനെ സാറ്റിസ്ഫൈ ചെയ്യാ ഫസ്റ്റ്. അതെ, അവന്റെ ഡ്രീം മൂവിയാണ്. അപ്പൊ അവന് എന്താ പറയാ, അവന്റെ കൺസെപ്റ്റിലേക്ക് തന്നെ എത്തുക എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ, ചില കാര്യങ്ങളിൽ അങ്ങനെ വേണ്ടി വരും. അങ്ങനെ എത്തിയതാണ്. ഞാനൊരു ഇത് ഇരിക്കും. ഇപ്പൊ സാധാരണ നിങ്ങളുടെ സിനിമയിലേക്ക് നിങ്ങൾ പറയത്തില്ലേ ഇതിന് ക്ലൈമാക്സ് ആയിട്ട് ഏറ്റവും വലിയ പോയിന്റ് എന്ന്. ഞാനൊരു ക്ലൈമാക്സ് ആയിട്ട് ഈ ഒരു സിനോപ്സിസ് വായിക്കാം. ആന്റണി പെപ്പെ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററിന് ഒരു ആക്സിഡന്റിൽ കൈ നഷ്ടമാവുന്നു. ആ കൈ ദുൽഖറിന്റെ കയ്യിൽ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ പവറിലാണ് ദുൽഖർ പിന്നീട് ഇടിച്ചിടുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം. ക്ഷമമാണ്, ഇങ്ങനെയുള്ള ഒരു ഇരുമ്പ് കൈ മായാവി പോലത്തെ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം, വൈകാതെ അറിയാം എന്താണെന്നുള്ളത്. ശരിക്കും അത് തിയേറ്ററിൽ കാണുന്നതാണ്. നമ്മൾ അത് തിയേറ്ററിൽ കാണുന്നത് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊന്നും ആലോചിക്കണം. അതെ, ആളുകൾ പലതരത്തിലുള്ള കഥകൾ പറയുമ്പോ അത് രസമാണ് ശരിക്കും. ആളുകൾ അവരെ കഥകൾ പറയുമ്പോ ശരിക്കും ഇത് എന്താ പറയാ, ഒരു കോൺസെപ്റ്റ് ഒന്നും വെക്കാതെ തിയേറ്ററിൽ വരിക, കാണുക, എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നതാണ് ഇതിന്റെ രസം. അതാണ് എന്റെ ആളുകൾക്ക് ഏറ്റവും രസമുള്ള പാട്ട്. അതായിരിക്കും. ഒന്നും വിചാരിക്കണ്ട, ജസ്റ്റ് തിയേറ്ററിൽ വന്നാൽ ഉറപ്പായി ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാം മാറ്റി വെച്ചിട്ട് പടം കാണാൻ വരിക. ഓക്കെ, ഒന്നും ചിന്തിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. ഒന്നും കോംപ്ലിക്കേഷൻസിൽ പോകുന്നില്ല, വളരെ സിമ്പിൾ പടമാണ്. ഒരു മലയാള സിനിമയ്ക്ക് കാണാൻ വേണ്ടിയുള്ള ഞങ്ങളൊരു ട്രൈ ആണ്. അതായത് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെന്നെ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എക്സ്പീരിയൻസ് ചെയ്താൽ രസം ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും ഒരു സാധനം അപ്ഡേറ്റ്? ഡിക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർ മാത്രമല്ല, ഒരു ആക്ടറും കൂടി നമ്മൾക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തുടക്കം നല്ല പെർഫോമൻസ്. അപ്പൊ ആ ഹൈപ്പ് റിയൽ, ആ ഹൈപ്പിൽ നിങ്ങൾ പോകുന്ന മൊമെന്റ്സ് അത് നിങ്ങളുടെ ഡേ ആയിട്ട് മാറട്ടെ. ഓണം പിന്നെ നിങ്ങളാവട്ടെ. അവരോട് അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. This is pure algorithm. എന്നോടൊപ്പം IM ഗെയിമിന്റെ 3 സ്ക്രിപ്റ്റ് റൈറ്റർമാരിൽ 2 പേര്. പാസീവ് പടം, വമ്പൻ ബഡ്ജറ്റ്, ഹൈപ്പ്, ദുൽഖർ 3 വർഷത്തിന് ശേഷം മലയാളത്തിൽ വരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കണം. വേൾഡ് ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഒരു പുതിയതായിരിക്കണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടായിരുന്ന ടാസ്കും നമ്മൾ ആഗ്രഹിച്ച ടാസ്കും. I'm gonna settle everyone. ദുൽഖറല്ലേ? ഡൗട്ട് നമ്മൾ കാണുന്നില്ലേ ഓരോ പോയിന്റിലും ദുൽഖർ എടുക്കുന്ന എഫേർട്ട്. മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയില്ലാത്ത പല ഇമോഷൻസിലൂടെ കടന്നു വന്നൊരു കഥാപാത്രം. DQന്റെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് കമന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു? അല്ല, അത് തോന്നുന്ന ആ വേൾഡും അതിന്റെ ഒരു പ്ലേഫുൾനെസ് ഒക്കെ കൊണ്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്. എന്റർടൈൻമെന്റ് സിനിമയാണ്, അഡ്വഞ്ചർ സിനിമയാണ്. ആ ഒരു പോയിന്റാണ്. ഒന്നും നമ്മൾക്ക് പഠിപ്പിക്കാനൊന്നുമില്ല, എല്ലാം കാണുക എന്ന് പറയുന്ന, എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന സംഭവം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.